ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച സ്പെഷ്യൽ വ്ളോഗാണ്. സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഇല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിലെ കൊച്ചു കാര്യങ്ങളും നമ്മുടെ കുഞ്ഞാപ്പിയുടെ കൂടെ ഒരു ദിവസം കൂടെ നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഇപ്പം അയ്യപ്പ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി, ഞാനും എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ചായ കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയും കയ്യോടെ ഞങ്ങൾ രണ്ടും കൂടെ കുളിക്കാനായിട്ടൊക്കെ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ബ്ലോഗിലൂടെ കാണാം. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞപ്പായി എഴുന്നേറ്റ് വന്ന് സെറ്റിയിലൊക്കെ കയറി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കിടക്കയൊക്കെ തല്ലിക്കുടഞ്ഞ് വിരിച്ചിട്ട് അതിന് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അയ്യപ്പായ്ക്ക് രാത്രിയും അയാൾ അറിയാതെ കിടക്കയും മുള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞപ്പായുടെ ഒരു ഡ്രൈ ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയെല്ലാം വൃത്തിയാക്കിയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിൾ നമ്മുടെ അയ്യപ്പായി മറിച്ചിട്ടേപ്പുണ്ട്. പിന്നെ ബെഡിൻ്റെ അരിവെല്ലാം പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടേബിൾ എൻ്റെ ചേച്ചി ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ലൊരു ടേബിളാണ്. അവിടെ നിന്ന് ഇച്ചിരി സ്പേസുകൾ, ആ സ്പേസിൽ ഒതുങ്ങുന്ന വിധത്തിൽ നല്ലൊരു ടേബിളാണ്. പിന്നെ ഇതിങ്ങനെ മടക്കാനും ആവശ്യത്തിന് നൂത്ത് വെക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെ അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് മീൻകറി കിടന്ന് ചടപടേന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ അങ്ങനെ ഓരോന്നൊക്കെ അരിഞ്ഞു പെറുക്കി ഇരുന്നപ്പോൾ ഉണ്ടടാ ഐസുകാരൻ്റെ ബെല്ലടി. അയ്യപ്പായ്ക്കാന്ന് ഇങ്ങനെ ഐസുകാരൻ വരുമ്പോൾ എപ്പോഴും ഐസ് വേണം. അയാളാണ് എന്നെ ഓടി വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഐസ് വാങ്ങിപ്പിച്ചു. അയാളോട് തോട്ടിലെ വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറയും സൂപ്പറാണെന്ന്. പിന്നെ അയാളും ഞാനിവിടെ പോയി കൈയോടെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് വന്നിട്ട് അയാൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ സ്നേഹവും പ്രകടനവും എന്താണെന്ന് അറിയുമോ, ഈ ഉടുപ്പിടുന്നതിന് നിക്കറിടുന്നതിന് മുമ്പ് ഞാൻ അയാൾക്ക് 2 അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോപ്പ് ഇട്ട് ചാക്കിടുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇരുന്നപ്പോൾ അയാൾക്ക് വാച്ച് ഇടണമെന്നായി അടുത്ത കാര്യം. ഇത് നമ്മുടെ അയ്യപ്പായുടെ സ്വന്തം വാച്ചാണ്. അമ്പാടിക്കണ്ണൻ്റെ അച്ഛൻ വെളിയിൽ നിന്ന് വന്നപ്പോൾ അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു. അങ്ങനെ വാച്ചൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. വാച്ച് ഇടാനായിട്ട് കൈയൊക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. വാച്ച് ആണെങ്കിൽ എക്സ്ട്രാ നമ്മളൊരു കിഴത്തേക്ക് ഇട്ടിട്ടാണ് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വാച്ചൊക്കെ ഇട്ടിരുന്നപ്പോൾ അയാളുടെ വക ഷോ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ പോയി നമ്മുടെ കുഞ്ഞാപ്പിയുടെ മാറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൽ കിടന്ന് ഭയങ്കര കളിയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് തൂണെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കിനും ചേച്ചിയാണെങ്കിൽ ജസ്റ്റ് ഒരു മോരും വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഈ ചൂടിന് ഇവൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യനെ ചാക്കിലാക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി രുചിയായിരുന്നു. അതിന് മുമ്പേറി നിൽക്കുമായിരുന്നു അതിൻ്റെ പുളി. അയ്യപ്പാടെ റിയാക്ഷൻ കണ്ടാൽ അറിയാമല്ലോ, അത് എരിവ് കാരണമൊന്നും അല്ല കേട്ടോ. ഭയങ്കര പുളിയായിരുന്നു തൈരിന്. അമ്മ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് തൈര് വാങ്ങും, അതിന് നല്ല പുളിയാണ്, നല്ല തൈരുമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ കിടന്നപ്പോഴത്തേക്കിനും അമ്മയും അമ്മൂമ്മയും കൊച്ചുമൂനും എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾക്ക് വന്ന് കിടക്കുവാണ്. അയ്യപ്പായി കയറിയിട്ട് കിടക്കുവാണ് കേട്ടോ എൻ്റെ മണ്ടയ്ക്ക്. അങ്ങനെ അവരെല്ലാവരും പോയി. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതായിരുന്നേ. അന്നേൽ അവരുടെ അമ്മ എനിക്ക് തോന്നുന്നു ഉറക്കി കിടത്തിയിട്ട് ചോറുണ്ണാൻ പോയതാ. ഇയാള് ഭയങ്കര കളി. ഞാൻ നോക്കിയപ്പോൾ ഇയാളെ കൈയുടെ തട്ടലും മുട്ടലും ഒക്കെ കൊണ്ടാണ് ഞാൻ തെളിഞ്ഞത്. ഇയാളുടെ ഉറക്കവും കാപ്പിയുടിയും കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇയാൾക്ക് ഒരു 6 മണി 7 മണി വരെ ഇയാളുടെ പ്ലേ ടൈമാണ്. അയാൾ ഭയങ്കര ഉഷാറായിട്ട് കളിക്കുവാണ്. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ അവിടെ നിന്ന് ചോറുണ്ണുവാൻ തോന്നുന്നു. അങ്ങനെ ചോറൊക്കെ ഇട്ടിട്ട് അവരുടെ അമ്മ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ നേരെ അയ്യപ്പായുടെ വാ കേട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടടാ അയ്യപ്പായും അമ്മമ്മയും കൂടെ കാർ ഉരുട്ടി കളിക്കുവാണ്. ഞങ്ങളുടെ വീട്ടിലെ 2 കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒന്ന് പൊടിക്കുഞ്ഞും ഒന്ന് വലുതായി വാർദ്ധക്യം മൂലം കുഞ്ഞായതുമാണ്. അയ്യപ്പായുടെ കാർ എടുത്ത് പാത്ത് വെച്ചിട്ട് അയാളെ കൊണ്ട് തപ്പിക്കുവാണ്. പുള്ളിക്കാരി അവിടെ ഇരുന്നത്. അങ്ങനെ 2 പേരുടെ കളിയിലായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും കുഞ്ഞപ്പായി കറങ്ങി തിരിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ തേയിലവെള്ളമൊക്കെ ഇട്ട് കുടിക്കുന്ന സമയമാണ് കേട്ടോ. അയാളെ അങ്ങോട്ട് കടത്തിയിട്ടാണ് ഞാൻ തേയിലവെള്ളം കുടിക്കുന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് കുടിച്ചിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് വേണം എനിക്ക് തേയിലവെള്ളം കുടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ചേട്ടൻ വന്ന് അനിയൻ വാവയെ കളിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെ അച്ഛൻ്റെ ഹോണടി കേട്ട് അനിയനെയും കളഞ്ഞിട്ട് അയാൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാനും ചേച്ചിയുമായിരുന്നു ഇങ്ങനെ ഓടുന്നത്. പിന്നെ വീട്ടിലോട്ടുള്ള സാധനമാണ് ആദ്യമേ ചുമ്മി പെരക്കകത്ത് കൊണ്ടുവന്ന് വെച്ചതെന്ന് കണ്ടപ്പോൾ തന്നെ അയാൾ പിന്നെ ഓടി അച്ഛൻ്റെ അടുക്കിലോട്ട് ചെന്ന് അയാളുടെ സാധനത്തിന് അച്ഛൻ രണ്ടാമതാണ് അയാൾക്ക് വാങ്ങിച്ച മുട്ടായികളൊക്കെ കൊടുത്തത്. വലിയ ഗമയെ കൊണ്ടുവന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. ആരെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം എന്നെ കൊണ്ട് തന്നെയാണ് പൊട്ടിച്ചത്. ആ മുട്ടായൊക്കെ കഴിച്ചിട്ടാണ് അച്ഛനോട് ഭയങ്കര കഥ പറച്ചിലായിരുന്നു ആ മാറ്റിലെ പടങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ പിന്നെ ഇരുന്ന് ആ കളിയുടെ ഇടയിലും അയാൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയ്യപ്പായ്ക്കാണ് ദേഹം മൊത്തം വെതരാണ് കേട്ടോ. അതിനിടുന്ന പൗഡറാണ് ഈ നൈസിലിൻ്റെ പൗഡർ. നല്ല പൗഡറാണ്. ഇപ്പം നല്ല വൃത്തിക്ക് ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അയാളുടെ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും തല നനച്ചാണ് കുളിച്ചത്, അയാളും തല നനച്ചാണ് കുളിച്ചത്. ഇവിടെ ഭയങ്കര ചൂടാണ്. മഴ പെയ്തിരുന്നു ഇന്നലെ, എങ്കിൽ കൂടി നല്ല വൃത്തിക്ക് ചൂടാണ്. മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പൊക്കെ വെളിയിലുണ്ട്. നമ്മളിപ്പോൾ റൂമൊക്കെ അടച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് ചൂടാണ് ഈ റൂമിൻ്റെ അകത്തൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ച് തന്നെ, എന്നിട്ട് ഞാൻ നല്ല വൃത്തിക്ക് വിയർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും കുളിച്ച് കഴിഞ്ഞ് അയാളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഒന്ന് കൂടെ കുളിപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. ഇപ്പം ഞാൻ വന്ന് നിൽക്കുമ്പോൾ മിക്കവാറും എൻ്റെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിൽ. പിന്നെ അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രത്യേകം വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.